ആഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. കൊളംബിയയിലെ ഭൂകമ്പം ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി ലിയോ 14 പാപ്പ. കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഇരയായവരെ സഹായിക്കുന്നതിനായി ലിയോ 14 പാപ്പ 1 ലക്ഷം യൂറോ ധനസഹായമായി അനുവദിച്ചു. വത്തിക്കാൻ അൽമോണറി ഓഫീസ് വഴി കൊളംബിയൻ കത്തോലിക്ക സഭയ്ക്കാണ് ഈ തുക കൈമാറിയത്. ഓഗസ്റ്റ് 10 കൊളംബിയയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ അനുഭവപ്പെട്ട 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. 21-ാം നൂറ്റാണ്ടിൽ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ പ്രതിസന്ധിക്കും ദുരന്തത്തിനും കാരണമായ ഈ സംഭവത്തെ തുടർന്ന് രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചാരിറ്റി വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് ലൂയിസ് മാരിഡി സാൻ മാർട്ടിൻ, അപ്പസ്തോലിക് നൂൻഷ്യോ, കൊളംബിയൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഹാവിയർ മനോര എന്നിവരുടെ ഏകോപനത്തിലാണ് വത്തിക്കാൻ സഹായം ലഭ്യമാക്കിയത്. വത്തിക്കാനിൽ നിന്നുള്ള തുക നാഷണൽ സെക്രട്ടേറിയറ്റ് ഓഫ് സോഷ്യൽ പാസ്റ്ററൽ കാരിത്താസ് കൊളംബിയ വഴിയായിരിക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുക. പെരേര, ക്യാലി, ക്യുബേറ്റ് തുടങ്ങിയ രൂപതകളിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം നൽകുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രാർത്ഥിക്കുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനങ്ങൾക്ക് മാർപ്പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തു. ദുരിതബാധിതരായ കൊളംബിയൻ ജനതയ്ക്കൊപ്പം കത്തോലിക്ക സഭ ഒപ്പമുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ദിവ്യബലിയിൽ വിശ്വാസികളുടെ സജീവ സാന്നിധ്യം ആവശ്യപ്പെട്ട് ലിയോ 14 പാപ്പ. ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളുടെ വെർച്വൽ പങ്കാളിത്തമോ അല്ലെങ്കിൽ കേവലം നിർജീവമായ സാന്നിധ്യമോ മാത്രം പോരെന്നും വിശ്വാസി സമൂഹത്തിന് സജീവമായ പങ്കാളിത്തമാണ് ആവശ്യമെന്നും ലിയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ബുധനാഴ്ച നടന്ന പൊതുകൂടിക്കാഴ്ചയിലാണ് ആരാധനക്രമ വത്സരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കവേ മാർപ്പാപ്പ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. Cari fratelli e sorelle, il quinto capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci, per spiegarne il valore nella vita di ogni credente. Anzitutto è doveroso ricordare che questo modo di definire il ciclo delle feste cristiane come anno liturgico si è diffuso nel linguaggio ecclesiale grazie all'opera del servo di Dio, l'abate Prosper Guéranger. Nell'enciclica Mediator Dei, Papa Pio XII afferma che non si tratta di una fredda e inerte rappresentazione di fatti che appartengono al passato o una semplice rievocazione di realtà d'altri tempi. ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സഭയിലെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവവചനം ശ്രവിക്കുന്നതും ക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ പങ്കുചേരുന്നതും വെറുമൊരു വെർച്വൽ മാധ്യമങ്ങളിലൂടെ നിഷ്ക്രിയമായി സാന്നിധ്യത്തിലൂടെയോ പകരം വയ്ക്കാൻ കഴിയില്ല എന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ആരാധനക്രമ വത്സരം എന്നത് പഴയ സംഭവങ്ങളുടെ നിർജീവമായ സ്മരണയല്ല, മറിച്ച് തന്റെ തിരുസഭയിലൂടെ ക്രിസ്തു തന്നെ നിരന്തരം നടത്തുന്ന രക്ഷാകര പ്രവർത്തനമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സാക്രോസ്റ്റം കൗൺസിലിയം പ്രമാണരേഖയെ ആസ്പദമാക്കിയായിരുന്നു മാർപ്പാപ്പയുടെ പ്രബോധനം. ഞായറാഴ്ചകളിൽ തൊഴിൽപരമായ കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കായി കുർബാനയിൽ പങ്കെടുക്കാവുന്ന തരത്തിലുള്ള മികച്ച സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഒരുക്കണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. മാർപ്പാപ്പ തന്റെ സന്ദേശത്തിന്റെ അവസാനം കഴിഞ്ഞ ദിവസം 7.4 തീവ്രത രേഖപ്പെടുത്തിയ കനത്ത ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിലെ ജനങ്ങൾക്കായി മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. സാൻ മരിയാനോ റിമിനി പര്യടനം ലിയോ 14 പാപ്പയുടെ യാത്രാ വിവരങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ. ലിയോ 14 മാർപ്പാപ്പ
ഓഗസ്റ്റ് 22 നടത്തുന്ന സാൻ മരിയാനോ റിമിനി അപ്പസ്തോലിക പര്യടനത്തിന്റെ സമ്പൂർണ്ണ സമയവിവര പട്ടിക പുറത്തുവിട്ട് വത്തിക്കാൻ പ്രസ് ഓഫീസ്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സാന്ദ്രമായ പരിപാടികളാണ് പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്ന മാർപ്പാപ്പ രാവിലെ 9 മണിക്ക് സാൻ മരിയാനോയിലെത്തും. രാവിലെ 9:45 ലിബർട്ടി സ്ക്വയറിൽ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെയുള്ള സ്വീകരണത്തിന് ശേഷം ക്യാപ്റ്റൻസ് റീജന്റുമാർക്കൊപ്പം പബ്ലിക് പാലസിലേക്ക്. രാവിലെ 10 മണിക്ക് സാൻ മരിയാനോ ഭരണാധികാരികളുമായി സ്വകാര്യ കൂടിക്കാഴ്ച. വിശിഷ്ടാതിഥികളുടെ പുസ്തകത്തിൽ ഒപ്പുവയ്ക്കൽ. തുടർന്ന് ഗ്രാൻഡ് ആൻഡ് ജനറൽ കൗൺസിൽ ഹാളിൽ യോഗം ചേരും. രാവിലെ 11:15 പബ്ലിക് പാലസിന്റെ പ്രധാന ബാൽക്കണിയിൽ നിന്ന് ജനങ്ങൾക്ക് മാർപ്പാപ്പയുടെ ആശീർവാദവും സന്ദേശവും നൽകും. രാവിലെ 11:45 സാൻ മരിയാനോ ബസിലിക്ക മാർപ്പാപ്പ സന്ദർശിക്കും. ബിഷപ്പ് ഡൊമിനിക് ബെനവെന്റയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ മരിയാനോയുടെ തിരുശേഷിപ്പ് വന്ദനത്തിലും സന്യാസികളോടൊപ്പം പങ്കുചേരും. ഉച്ചയ്ക്ക് ശേഷം അഗസ്റ്റീനിയൻ കന്യാസ്ത്രീകളുടെ സെന്റ് ആന്റണി ഓഫ് പാദുവ മഠത്തിൽ മാർപ്പാപ്പയുടെ പ്രത്യേക സന്ദർശനം നടക്കും. ഉച്ചയ്ക്ക് 2:45 ഇറ്റാലിയൻ നഗരമായ റിമിനിയിൽ എത്തും. തുടർന്ന് പ്രശസ്തമായ റിമിനി മീറ്റിംഗിൽ പങ്കാളിയാകും. വൈകുന്നേരം 3:30 റിമിനി മീറ്റിംഗിൽ പങ്കാളികളാകുന്നവരെ അഭിസംബോധന ചെയ്ത് പാപ്പ സംസാരിക്കും. വൈകുന്നേരം 5:30 റിമിനി കത്തീഡ്രൽ വെച്ച് കാരിത്താസിന്റെ സംരക്ഷണയിലുള്ള രോഗികൾ, ഭിന്നശേഷിക്കാർ, നിർധനരായ ജനങ്ങൾ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം 6:30 റിമിനി തുറമുഖത്ത് വെച്ച് നടക്കുന്ന പൊതുവിശുദ്ധ കുർബാനയിൽ മാർപ്പാപ്പ മുഖ്യകാർമ്മികത്വം വഹിക്കും. 1 മണിക്കൂർ നീളുന്ന വിമാനയാത്രയ്ക്ക് ശേഷം രാത്രി 9 മണിയോടെ മാർപ്പാപ്പ വത്തിക്കാനിൽ തിരിച്ചെത്തും. സ്നേഹവും കരുണയും കൊണ്ട് ഉദാസീനതയെ നേരിടണം. സന്യാസിനികളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ആധുനിക ലോകത്ത് പടർന്നു പിടിക്കുന്ന സ്വാർത്ഥതയ്ക്കും നിഷ്ക്രിയത്വത്തിനും എതിരെ ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും പ്രദാനം ചെയ്യാൻ കത്തോലിക്ക സന്യാസിനികളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലീഡർഷിപ്പ് കോൺഫറൻസ് ഓഫ് വിമൻ റിലീജിയസ് 70ാം വാർഷിക ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് അയച്ച വീഡിയോ സന്ദേശത്തിലാണ് മാർപ്പാപ്പ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. Dear friends in Christ, I cordially greet the members of the Leadership Conference of Women Religious in the United States of America, which is celebrating the 70th anniversary of the foundation at its 2026 annual assembly. I likewise offer prayerful good wishes to the women and men religious from various congregations throughout the Americas who are participating in this year's event. Even though you come from communities with different histories and apostolates, it is important to remember the need to foster unity within and among your institutes as well as in the broader church. All Christians are called to be builders of Christ's communion, formed in a synodal church in which everyone cooperates in the same mission according to their own charism and ministry. In a special way, those in religious life are called to become experts in synodality due to the opportunities afforded by community life to practice it, as well as the very way that your congregations are organized. As such, I was pleased to learn that the Assembly's proceedings will include a synodal method of listening, discussion, and discernment, with an openness and a willingness to understand what others are saying. I therefore hope that through this format of fraternal and receptive dialogue, you will be able to discern what the Holy Spirit is saying about the present and the future of consecrated life in the nations where you serve. In a particular way, through the many charisms bestowed by the Holy Spirit throughout history, consecrated women and men have helped to make the mission and mystery of the Church visible in our world. In this regard, I express gratitude for the long-standing contributions of your institutes in the fields of evangelization, education, caring for the poor and marginalized, to name but a few. വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വൈവിധ്യങ്ങൾക്കിടയിലും പരസ്പര ഐക്യം ദൃഢമാക്കേണ്ടതിന്റെ ആവശ്യകത മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു.
എല്ലാവരും ഒരേ ദൗത്യത്തിനായി കൈകോർക്കുന്ന കൂട്ടായ്മയുടെ മാതൃകകളാകാൻ സന്യാസ സമൂഹങ്ങൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ള സന്യാസ ജീവിതത്തിലൂടെ ലോകത്തിലെ അനീതികൾക്കും ഉദാസീനതയ്ക്കുമെതിരെ പ്രതികരിക്കാൻ സന്യാസിനികൾക്ക് സാധിക്കും. സുവിശേഷ പ്രഘോഷണം, വിദ്യാഭ്യാസം, പാവങ്ങളെ സഹായിക്കൽ എന്നീ മേഖലകളിൽ സന്യാസ സമൂഹങ്ങൾ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. വർദ്ധിച്ചുവരുന്ന മതേതര സാഹചര്യങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ആത്മീയദാഹം യുവജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. യുവാക്കൾക്ക് ദൈവവിളി തിരിച്ചറിയാനും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ധൈര്യപൂർവ്വം പ്രതികരിക്കുവാനും ആവശ്യമായ വഴിനടത്തൽ നൽകാൻ സന്യാസിനികൾ മുൻകൈയെടുക്കണം. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേർന്ന മാർപ്പാപ്പ സഭയുടെ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. As you reflect on your theme of many charisms, one spirit, one call, I pray that you will especially keep in mind the specific charisms entrusted by God to the founders and foundresses of your respective communities. The Church needs you and all of the diversity and richness of the forms of consecration and ministry that you represent. For with your vitality and the witness of a life centered on Jesus, you can contribute to waking up the world. In this way, together, you will be able to confront the globalization of indifference and of powerlessness with the remedy of Christ's love and mercy. In order to promote the authentic flourishing of consecrated life, the work of fostering religious vocations is of vital importance. As many of us have personally experienced, Christ's call to follow him with an undivided heart through vows of poverty, chastity, and obedience brings joy, peace, and fulfillment. Today, despite the increasing phenomenon of secularization in the world, there is also a growing hunger for God. Indeed, as I recently observed on my apostolic journey to Spain, many young people and adults are rediscovering the Christian faith, sometimes after having drifted away from God after a period of time. In your interactions with the young people, therefore, try to seek ways to introduce them to your way of life and help them to hear the voice of the Lord who speaks to us in the depths of our hearts. Encourage them to be courageous in responding to Jesus, who is never outdone in generosity, so that they too may share the joy that comes from following his call. With these sentiments, I wish you a fruitful gathering and assure you of my spiritual closeness. I entrust the work of your assembly to the maternal protection of Mary, Mother of the Church, that she may intercede for all of you and for the communities which you represent. And may Almighty God bless all of you, the Father, and the Son, and the Holy Spirit. Amen. ആരാധനക്രമ മത്സരം ക്രിസ്തുവിന്റെ രക്ഷാകര സന്ദേശത്തെ പുതുക്കുന്നു. ലിയോ 14 പാപ്പ. ക്രിസ്തീയ സഭയുടെ ആരാധനക്രമ മത്സരം കേവലം പഴയ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല എന്നും മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ ജീവസുറ്റ തുടർച്ചയാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പൊതുകൂടിക്കാഴ്ചവേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. La domenica prefigura il giorno finale, quello della parousia, quando tutti risorgeremo. Per santificare la domenica è fondamentale celebrare l'Eucaristia, l'ascolto della parola e la partecipazione al corpo di Cristo comportano, secondo i padri conciliari, il convenire in unum, cioè la festosa convocazione dei fedeli. In tale assemblea la comunità cristiana rende visibile la propria comunione con il Signore e testimonia la sua appartenenza a Cristo e la sua fedeltà alla Chiesa. Questa assemblea non è sostituibile da una presenza soltanto virtuale.
né si riduce a un raduno meramente passivo. പിയൂസ് 12 മാർപ്പാപ്പ പഠിപ്പിച്ചതുപോലെ ഇത് ജീവനില്ലാത്ത ചരിത്ര സ്മരണയല്ല, മറിച്ച് സഭയിൽ ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യമാണ്. ആരാധനാക്രമത്തിലൂടെ അവിടുത്തെ രക്ഷാകര നിമിഷങ്ങൾ വീണ്ടും യാഥാർത്ഥ്യമാക്കപ്പെടുകയും വിശ്വാസികൾക്ക് ദൈവകൃപ ലഭിക്കുകയും ചെയ്യുന്നു. ആരാധനാക്രമ വത്സരത്തിന്റെ അടിസ്ഥാനവും കേന്ദ്രവും ഞായറാഴ്ചയാണെന്ന് കൗൺസിൽ പിതാക്കന്മാർ വിശേഷിപ്പിച്ചതായി മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ഞായറാഴ്ച ആഴ്ചതോറുമുള്ള ഈസ്റ്ററാണ്. അത് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ അനുസ്മരിപ്പിക്കുകയും മാനവചരിത്രത്തിന് ശരിയായ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഞായറാഴ്ച എന്നാൽ കർത്താവിന്റെ ദിനം, സഭയുടെ ദിനം, മനുഷ്യന്റെ ദിനം, ദിനങ്ങളുടെ ദിനം ആണെന്ന് പാപ്പ വ്യക്തമാക്കി. ഞായറാഴ്ച വിശുദ്ധീകരിക്കേണ്ടതിന് പരിശുദ്ധ കുർബാനയിൽ നേരിട്ട് പങ്കുചേരേണ്ടത് അത്യാവശ്യമാണ്. സഭയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിശ്വാസികൾ സജീവമായി പങ്കുചേരണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കുർബാനയിലെ പങ്കാളിത്തം കേവലം ഓൺലൈൻ വഴിയുള്ള ഡിജിറ്റൽ സാന്നിധ്യം കൊണ്ടോ നിഷ്ക്രിയമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ പൂർണ്ണമാവില്ല. ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ ഇടവക സമൂഹങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ആരാധനാക്രമ വത്സരം വിശ്വാസികളെ ക്രിസ്തുവിന്റെ രഹസ്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കുന്നതിനാൽ സഭയുടെ എല്ലാ ഇടയപരിപാലന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന വഴികാട്ടിയായി ഇത് മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. 60ാമത് ലോക സമാധാന ദിനം സന്ദേശവുമായി ലിയോ 14 പാപ്പ. ജനുവരി 1 ആഘോഷിക്കുന്ന 60ാമത് ലോക സമാധാന ദിനത്തിന്റെ വിഷയം വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ഡിസാമിംഗ് ടെക്നോളജി, സെർവിംഗ് പീസ്, പൊളിറ്റിക്സ് ആസ് പ്രിവെന്റീവ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ലിയോ 14 പാപ്പ തെരഞ്ഞെടുത്ത സന്ദേശമെന്ന് സമഗ്ര മാനവ വികസനത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അറിയിച്ചു. മനുഷ്യരാശിയുടെ നന്മയ്ക്കും ആഗോള സമാധാനത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ കൃത്രിമ ബുദ്ധിയെയും പുതിയ സാങ്കേതിക വിദ്യകളെയും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് പാപ്പ നൽകുന്നത്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മാർപ്പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധത്തെയോ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനെയോ ആഗോളതലത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അൽഗോരിതം ഇന്ന് നിലവിലില്ല. സൈനിക തീരുമാനങ്ങൾ എടുക്കാൻ കൃത്രിമ ബുദ്ധിയെ ഏൽപ്പിക്കുന്നതിലെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച പാപ്പ മനുഷ്യജീവനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം പരസ്പര ധാരണയിലെത്തണമെന്ന് ആഹ്വാനം ചെയ്തു. ആണവോർജം പോലെ തന്നെ കൃത്രിമ ബുദ്ധിയും ഏതാനും രാജ്യങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വാർത്ഥതയ്ക്കല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണം. സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ചിന്താശേഷിയെയും മനസാക്ഷിയെയും തളർത്തുമ്പോൾ സമാധാനം തന്നെയാണ് അപകടത്തിലാകുന്നത്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും ശാസ്ത്രജ്ഞരും ഉത്തരവാദിത്തത്തിൽ നിന്നും മനസാക്ഷിയിൽ നിന്നും ഒളിച്ചോടരുത്. തന്റെ മുൻകാല മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെറുവിലുണ്ടായ പ്രളയകാല ഓർമ്മകൾ പാപ്പ പങ്കുവച്ചു. പ്രളയത്തിന് ശേഷം തകർന്നത് വീണ്ടും കെട്ടിപ്പടുക്കുക എന്നത് തകർന്ന വസ്തുക്കൾ മാറ്റിവെക്കുക എന്നത് മാത്രമല്ല അർത്ഥം, മറിച്ച് തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുക, വിശ്വാസം വീണ്ടെടുക്കുക, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷ പകരുക എന്നിവയാണ്. അതിനാർക്കും തനിയെ സാധിക്കില്ല. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് വേണ്ടത്. സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നവരും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവരും സമ്പന്നരും ദരിദ്രരുമായ രാജ്യങ്ങളും ഒരുമിച്ച് കൈകോർത്താൽ മാത്രമേ ഏതാനും പ്രമുഖർക്ക് മാത്രമല്ലാതെ ആഗോള മനുഷ്യ കുടുംബത്തിന് മുഴുവൻ ഉപകരിക്കുന്ന സുരക്ഷിതമായ ഒരു ഭാവി പടുത്തുയർത്താൻ സാധിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. ഏറ്റവും കഠിനമായ നിമിഷങ്ങളിലും യേശു നമ്മെ ഉപേക്ഷിക്കില്ല എന്ന് ലിയോ 14 പാപ്പ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങളിൽ യേശു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദേശം നൽകുകയായിരുന്നു ലിയോ 14 പാപ്പ. Dopo il miracolo dei pani e dei pesci, il maestro spinge i suoi a salire in barca e a prendere il largo, mentre lui si ritira sul monte da solo a pregare. Lontani dalla riva, però,
e se si trovano in balia del vento e faticano ad avanzare. Dopo un'esperienza di successo in cui erano stati protagonisti di un segno prodigioso, ora si ritrovano impotenti e spaventati di fronte alle minacce delle onde e del vento contrario. Sul finire della notte, Gesù va loro incontro sulle acque agitate e impauriti lo scambiano per un fantasma. Ma egli dice loro: «Coraggio, sono io, non abbiate paura». La presenza del Signore cambia tutto. Pietro addirittura riesce a fare alcuni passi sopra le onde verso di lui. Poi si spaventa, affonda e Gesù lo salva. കടലിലെ കൊടുങ്കാറ്റിൽ ഭയന്നു വിറച്ച അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് ക്രിസ്തു വെള്ളത്തിനു മീതെ നടന്നെത്തുന്ന സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു മാർപ്പാപ്പ സന്ദേശം പങ്കുവച്ചത്. ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽപ്പെട്ട് ഭയന്നു വിറച്ച നിമിഷത്തിലാണ് യേശു അവരിലേക്ക് നടന്നു വന്നത്. ആദ്യം ഭയന്നുവെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം അവിടെ എല്ലാം മാറ്റിയെഴുതിയെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാം മാറ്റുന്നു. ക്രിസ്തുവിനെ കണ്ടപ്പോൾ പത്രോസ് തിരമാലകൾക്ക് മീതെ കുറച്ചു ദൂരം നടന്നുവെങ്കിലും ഭയം കാരണം താണുപോകുകയും യേശു അവനെ രക്ഷിക്കുകയും ചെയ്തു. ഭയപ്പെടാതെ യേശുവിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധ തിരിക്കരുതെന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു നൽകിയ ഈ ശാന്തതയും സമാധാനവുമാണ് തങ്ങൾക്കൊപ്പം എപ്പോഴും നിലനിൽക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിതത്തിൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുമ്പോൾ ഒരിക്കലും അഹങ്കാരികളാകരുത്. ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോഴും നമ്മൾ നിസ്സഹായരാകുന്ന ഇരുണ്ട നിമിഷങ്ങളിലും ഒരിക്കലും നിരാശപ്പെടരുത്. എല്ലാ സാഹചര്യങ്ങളിലും യേശു നമ്മോടൊപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും അവിടുത്തെ വചനം ശ്രവിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിലേക്ക് അവിടുത്തെ വിനയത്തോടെ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. അപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യമായ സമാധാനവും വെളിച്ചവും ശക്തിയും ലഭിക്കുകയുള്ളൂ. ദൈവത്തിലുള്ള പൂർണ്ണമായ ശരണപ്പെടലിലൂടെ ജീവിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.